നല്ല ഫിലിമാണ്. പറയുമ്പോഴത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുമ്പോൾ കോൺട്രവേഴ്സി ഒന്നുമില്ല, വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ്. അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും നമുക്ക് തോന്നത്തില്ല. ഇനി എന്ത് കട്ടിയാണെന്നുള്ള അറിയത്തില്ല. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ഞാനും ഒരു പാർട്ടിക്കാരൻ തന്നെയാണ്, എങ്കിലും എനിക്കൊന്നും തോന്നിയൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവമില്ല. ആ ഒരു കോൺട്രവേഴ്സിയുടെ ഇഷ്യൂ ഒന്നുമില്ല. ചെറിയൊരു എന്നുള്ളത് അങ്ങനെ സിനിമയായിട്ട് വെച്ചാൽ അനുഭവമുള്ള സമയം കിട്ടത്തില്ല. ബാക്കിയെല്ലാം എൻജോയ് ചെയ്ത് വരുമ്പോൾ അതെല്ലാം തീർന്നു. കുഴപ്പമില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ലൂസിഫറിൻ്റെ അത്ര ആയിട്ടില്ല. പെർഫോമൻസ് ഒക്കെ കൊള്ളായിരുന്നു. ഒരു എല്ലാം നന്നായിരുന്നു. ഓക്കെ. ഇന്നേനെ വന്ന് കണ്ടത് നാളെ കട്ട് വെർഷൻ ഇറങ്ങുന്നുണ്ടാണോ? പലരും അല്ല, ഇന്ന് നേരത്തെ എടുത്തതാണ്. കൊള്ളാം, നല്ല നല്ലതായിരുന്നു. ഡയറക്ഷൻ നന്നായിരുന്നു. ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? മഞ്ജു ചേച്ചി പൊളിച്ചോ? എങ്ങനെയുണ്ടായിരുന്നു എമ്പുരാൻ? കൊള്ളാം, നല്ലായിരുന്നു. ഇന്നേനെ ഒന്ന് കാണാൻ തിരിച്ച് നാളെ കട്ട് വെർഷൻ ഇറങ്ങുന്നുണ്ടാണോ? സൗകര്യം വെച്ചിട്ട് നല്ല പടമായിരുന്നു. ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലോട്ട് വന്നപ്പോൾ എന്തൊക്കെയാ ഒരു പ്രതീക്ഷയായിരുന്നു? അത് ഇതിൽ നിന്ന് കിട്ടിയോ അതോ അങ്ങനെ പ്രതീക്ഷ കൊള്ളായിരുന്നു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാവരുടെയും നല്ലത് തന്നെ. ഇതിലാരും ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. മഞ്ജു ചേച്ചി എങ്ങനെയുണ്ട്? എല്ലാവരും ഇതിൽ വന്നപ്പോൾ കുറച്ചുകൂടെ ഒരു സ്പേസ് ഉണ്ട് അല്ലേ? മഞ്ജു വാര്യർ നല്ല അടിപൊളിയായിട്ട് സീൻസ് ഒക്കെ ഉണ്ടല്ലോ ഉണ്ടായിരുന്നു. അതെ എങ്ങനെയുണ്ട് രാജുവിന്റെ? വളരെ അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട്? സിനിമ ഇഷ്ടമായോ? ഇഷ്ടമായി. ലാലേട്ടൻ എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇഷ്ടമായോ? എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. പിന്നേനെ വന്ന് കാണാമെന്ന് വിചാരിച്ചത് ഇന്ന് ഫ്രീ ടൈം കിട്ടിയതുകൊണ്ട് പലരും ചോദിച്ചു പറഞ്ഞു നാളെ കട്ട് വെർഷനാണ് ഇറങ്ങാൻ പോകുന്നത്, അതുകൊണ്ട് ഇല്ലല്ല, ഞാൻ ഓൾറെഡി നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? എമ്പുരാനില് പൃഥ്വിരാജിനെ തന്നെ ഇഷ്ടം. മഞ്ജു ചേച്ചി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഓക്കെ. എല്ലാവരും പൃഥ്വിരാജും കൊള്ളാം, മോഹൻലാലും കൊള്ളാം, എല്ലാവരും പടം ബെറ്ററാണ്. പിന്നെ മോഹൻലാൽ ഓൾറെഡി ഉണ്ട്. പിന്നെ എന്താ പറയുക, ഒരു ഫ്രെയിംസിലാണ് അതിൻ്റെ പടം മൊത്തം ഇരിക്കുന്നത്. സ്റ്റോറിയല്ല, സിനിമാറ്റോഗ്രാഫിയാണ് മെയിൻലി നോക്കുന്നത്. ബാക്കിയെല്ലാം പടത്തിൻ്റെ കണക്കാണ് ഇരിക്കുന്നത്. പടം ഫുള്ളി ഒരു ഹൈലൈറ്റ് ലാൻഡ്സ്കേപ്പ് എല്ലാം നമുക്ക് ഈ പറയുന്ന ഈ ഇൻ്റർവ്യൂവിൽ കൊടുത്ത കാര്യങ്ങളെല്ലാം പടത്തിൽ തന്നെ ഉണ്ട്. മേക്കിംഗ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല. ഇല്ലില്ല, ഫുൾഫിൽഡ് അല്ല, പക്ഷെ ഓവർ ഹൈപ്ഡ് അല്ല. നല്ലൊരു എക്സ്പീരിയൻസ്. ഇത്ര ബെറ്റർ അല്ല എന്ന് എൻ്റെ അഭിപ്രായം. കുഴപ്പമില്ല, ആവറേജ് ആണ്. ഇത്തിരി ഓവറായി പോയി. ലൂസിഫർ പോലെ ഒന്ന് മിനിമൈസ് ചെയ്ത് എടുത്തിരുന്നെങ്കിൽ പടം കൊള്ളായിരുന്നു. അല്ലെങ്കിൽ കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക. മേക്കിംഗ് ചേട്ടാ എന്താ പറയുക, സ്ക്രീൻ പ്ലേയും സ്ക്രിപ്റ്റൊക്കെ ലൂസിഫർ പോലെ ആയിരുന്നെങ്കിൽ ശകലം കൂടെ കൊള്ളായിരുന്നു. പ്രൊഡക്ഷൻ വർക്ക്സ് ഒക്കെ കൊള്ളാം, ബട്ട് അത്ര കുഴപ്പമില്ല, ആവറേജാ. ലൂസിഫർ പോലെ ആ ഒരു ടൈപ്പിൽ കൊണ്ടുപോയി ഈ ബഡ്ജറ്റിൽ ചെയ്തിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി ഓസം മൂവി. ബട്ട് സൂപ്പർ. നാളെ കട്ട് വെർഷൻ ഇറങ്ങുന്നുണ്ടാണോ? പലരും പറഞ്ഞു കട്ട് വെർഷൻ ഇറങ്ങുന്നതിന് മുമ്പ് കാണാമെന്ന് വിചാരിച്ചു. അതെ, ഒരു കുഴപ്പമില്ല. എനിക്ക് എൻ്റെ അറിവ് വെച്ച് എനിക്കൊന്നും അങ്ങനെയൊന്നും മനസ്സിലായില്ല. പറയുന്നവർക്കെന്നും പറയാമല്ലോ. അത് തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ലാലേട്ടൻ തന്നെ കൊള്ളാം. സ്ക്രീൻ സമയം കുറവാണ്, പക്ഷെ ഉള്ളതെല്ലാം സൂപ്പറായിട്ടുണ്ട്. അടിപൊളിയാണ്. അടിപൊളിയായിരുന്നു. ഡീറ്റെയിൽസും നല്ല നന്നായിട്ടുണ്ട്. അടിപൊളി സിനിമ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മീൻസ് പൃഥ്വിരാജ് അടിപൊളിയായിരുന്നു. ആക്ച്വലി മോഹൻലാൽ കൊള്ളാം, സ്ക്രീൻ പ്രസൻസ് കുറവായിരുന്നു, ബട്ട് അടിപൊളിയായിട്ട് ചെയ്തു. മഞ്ജു ചേച്ചി സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അടിപൊളിയായിരുന്നത് മഞ്ജു ചേച്ചിയാണ്. മൊത്തത്തിൽ സിനിമ അടിപൊളിയായിട്ടുണ്ട്. മീൻസ് കുറച്ച് മിക്സഡ് റിവ്യൂസ് ആയിരുന്നെങ്കിലും പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഒരുപാട് ഹൈപ്പ് ആയതിൻ്റെ പ്രശ്നമാണ്. നോർമൽ ലൂസിഫർ പോലെ വന്നിരുന്നെങ്കിൽ അടിപൊളി സിനിമയായിരുന്നു. നല്ല അടിപൊളി സിനിമ, സൂപ്പർ. കുഴപ്പമില്ലായിരുന്നു. ഞാൻ 2 തവണ പടം കണ്ടു, ഓൾറെഡി കണ്ടു കഴിഞ്ഞു. എനിക്ക് ലൂസിഫറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കൂടുതൽ ഹൈ മൊമെൻറ്റ്സ് എല്ലാം ലൂസിഫറിലായിരുന്നു കൂടുതൽ. എമ്പുരാൻ ആ ഒരു
ഒരു ഹൈ മൂമെൻറ്റ്സ് കൊണ്ടുവരാനായിട്ട് അങ്ങനെ വന്നിട്ടില്ല. എമ്പുരാനെന്ന് വന്നപ്പോഴും അതുപോലെയൊക്കെ കാണുമെന്ന് വിചാരിച്ച് കാണാം. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം ഇത്രയും വലിയൊരു ഹൈപ്പിൽ വരുന്ന പടമാകുമ്പോൾ നമ്മളും അത് കൂടുതൽ എക്സ്പെക്ട് ചെയ്യും. ആ മൊമെൻറ്റ്സ് റൈസ് ചെയ്തുകൊണ്ട് വരുന്നതിൽ അത്ര അങ്ങോട്ട് സക്സസ്ഫുൾ ആയില്ല എന്നാണ് പറയാം. മേക്കിംഗ് വൈസ് എല്ലാം ഒന്നും പറയാനില്ല. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മലയാളം മൂവിയിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നു. പെർഫോമൻസുകൾ നന്നായിട്ടുണ്ട്. എല്ലാവരും, മോഹൻലാലാണെങ്കിലും പൃഥ്വിരാജാണെങ്കിലും എല്ലാവരും നന്നായിട്ടുണ്ട്. മഞ്ജു വാര്യരാണെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലും കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. അതെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ലൂസിഫറിൽ ക്വാളിറ്റി ഉള്ളൊരു ഐറ്റം ആയിരുന്നു. പക്ഷേ എമ്പുരാൻ എത്തിയപ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത്ര അങ്ങോട്ട് ഇതായിട്ടില്ല. ഓക്കെ, താങ്ക് യു.